കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പേരമരത്തിൽ നിന്നും വേരെങ്ങനെയാണ് പിടിപ്പിക്കേണ്ടതെന്നാണ് കണ്ടത്. ഇന്ന് നമ്മൾ വേര് പിടിച്ച് ആ ഒരു ഭാഗം മാറ്റി നടാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതേപോലൊരു കൊട്ട എടുത്തിട്ടുണ്ട് റബ്ബറിൻ്റെ. ഇതിലേക്ക് നമുക്ക് 2 ചട്ടി മണ്ണിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതേപോലത്തെ ഒരു ടിൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. കുറച്ച് താഴ്ത്തി വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. എന്നിട്ട് കൈ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കാം. മരത്തിൽ നിന്നും കമ്പ് മുറിക്കുന്നതിന് മുമ്പേ നമ്മൾ കൊട്ട ഇതേപോലെ റെഡിയാക്കി വെച്ചേക്കണം, അല്ലെങ്കിൽ നടാനുള്ള സ്ഥലം റെഡിയാക്കി വെച്ചേക്കണം. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് നേരം ഇരിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഒക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം അനക്കമൊന്നും വരാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. മണ്ണൊന്നും ഇളകി പോകരുത്. ഇനി ഈ ഒരു കമ്പ് നമുക്ക് ആവശ്യമില്ലാത്തതാണ്, ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ആ കവർ അഴിച്ചെടുക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് കാണിച്ചാണ്. നല്ലപോലെ വേര് പിടിച്ചിട്ടുണ്ട്. ഇപ്പം ഒരുപാട് വേര് ഇറങ്ങി. ഇനി നമുക്കത് മാറ്റി നട്ടില്ലെങ്കിൽ ഇത് ചിലപ്പം പന്നലായി പോവും. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു അടപ്പും കൂടെ അങ്ങ് മാറ്റാം. അടപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ ഊരി മാറ്റാൻ പറ്റും, പക്ഷേ ടിന്ന് അതിൽ നിന്നും ഊരി മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. അപ്പോൾ വേരില്ലാത്തൊരു സ്ഥലം നോക്കി നമുക്ക് കട്ട് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പൊന്ന് ഓൺ ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് 2 കത്തി ഇതേപോലെ വെച്ചൊന്ന് പഴിപ്പിച്ചെടുക്കണം. ഇനി ഈ ഒരു ഭാഗം നോക്കി നമുക്ക് കട്ട് ചെയ്യണം. സാവധാനം കട്ട് ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ മുറിഞ്ഞു വരും. കത്തി പഴിപ്പിച്ച് ഇതിലൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിഞ്ഞു വരും, അധികം താമസമൊന്നുമില്ല. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കൊട്ടയിൽ നിന്നും ആ ടിൻ അങ്ങ് ഊരി മാറ്റാം. ഊരി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും നമുക്കത് പതുക്കെ ഊരിയെടുക്കാം. വേരൊന്നും പൊട്ടിപ്പോകാതെ സാവകാശം ഊരിയെടുത്താൽ മതി. അധികം ഡാമേജൊന്നും വരല്ല. അധികം മണ്ണൊന്നും ഇളകി പോകാതെ തന്നെ നമ്മളത് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പതുക്കെ ആ കൊട്ടയുടെ ആ ദ്വാരത്തിലോട്ട് നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. താഴോട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതേപോലെ ഒന്ന് ഇറക്കി കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നിറച്ചും മണ്ണിട്ട് കൊടുക്കണം. ഇതേപോലെ നിറച്ചും മണ്ണിട്ട് കൊടുക്കണം. കൊട്ട നിറച്ച് മണ്ണിട്ട് കൊടുക്കണം. കൊട്ടയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബക്കറ്റിലോ നടാം, അല്ലെങ്കിൽ തറയിൽ തന്നെ നടാം, എങ്ങനെയാണെങ്കിലും മതി. ഇനി കൈ ഉപയോഗിച്ച് നമുക്കൊന്ന് നിരത്തി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി തണലുള്ള ഒരു സ്ഥലം നോക്കി നമുക്ക് മാറ്റി വെക്കാം. വെയിലൊന്നും അധികം കൊള്ളാത്തൊരു സ്ഥലത്തേക്ക് നോക്കി വെക്കാം. കുറച്ച് ദിവസം എന്തായാലും വെയിൽ അധികം കൊള്ളരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.